ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവിനെ കുറിച്ചാണ്. വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് ഉപയോഗിക്കുന്നത് ഒരു AC മോട്ടറിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുമാണ്. വിവിധ വേഗതയിൽ ഓടിക്കുവാനായിട്ട് നമുക്കൊരു മോട്ടറിൻ്റെ പല സ്പീഡിൽ ഓടിക്കണമെങ്കിൽ അതിനെ ഫ്രീക്വൻസി നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. അതോടൊപ്പം തന്നെ ഈ വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവിൻ്റെ വേറൊരു പ്രത്യേകതയാണ് അതിന് സോഫ്റ്റ് സ്റ്റാർട്ട് വേണമെങ്കിൽ, അതായത് മോട്ടറിൻ്റെ സ്പീഡ് പതുക്കെ ഫുൾ സ്പീഡ് എത്താൻ, 0-ൽ നിന്ന് ഫുൾ സ്പീഡ് എത്താൻ 1 സെക്കൻഡ് അല്ലെ 2 സെക്കൻഡ് വേണമെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റാർട്ടിങ് ഫുൾ സ്പീഡ് എത്താനുള്ള സ്റ്റാർട്ടിങ് ടൈം, അതേപോലെ സ്പീഡ് കുറയ്ക്കാനുള്ള സമയം, അതൊക്കെ ഈ ഡ്രൈവിനകത്ത് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഈ ഡ്രൈവിൻ്റെ ഫ്രണ്ട് ഡിസ്പ്ലേയിൽ തന്നെ നമുക്ക് മോട്ടറിൻ്റെ വോൾട്ടേജ്, കറണ്ട് എല്ലാ റീഡിങ്ങും പാരാമീറ്റർ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡ്രൈവ് ഓട്ടോമാറ്റിക്കായിട്ട് ആ മോട്ടറിൻ്റെ വേണ്ട സ്പീഡിൽ അതിനെ ഓടിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കത് ഒരു ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡ് മാറ്റണമെങ്കിൽ സ്പീഡിനുള്ള ഫോർമുല എന്ന് പറയുന്നത് 120 F/P ആണ്. അതായത് മോട്ടറിൻ്റെ ഫ്രീക്വൻസി, അതായത് നമ്മൾ സപ്ലൈ കൊടുക്കുന്ന സപ്ലൈയുടെ ഫ്രീക്വൻസി. ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ 50 ഹെർട്സ്, അമേരിക്കയിലൊക്കെ ആണെങ്കിൽ 60 ഹെർട്സ്. അപ്പോൾ 60 ഹെർട്സ് ആണ് മോട്ടറിന് നമ്മൾ കൊടുക്കുന്ന ഫ്രീക്വൻസി എങ്കിൽ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 120 × 50/2, അതായത് 3000 RPM ആയിരിക്കും. ഇപ്പോൾ 2 പോളാണെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം ഒരു മോട്ടറിന് മിനിമം 2 പോൾ ഉണ്ടാവുക. അകത്തെ വൈൻഡിങ് 2 ചുറ്റുകളാണ് വൈൻഡിങ് ആണ് മിനിമം ഉണ്ടാവുക. ഒരു വൈൻഡിങ് മാത്രം ഉള്ളെങ്കിൽ അതിന് സ്പീഡ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ല. അപ്പം മിനിമം 2 പോൾ ഏതായാലും ഒരു മോട്ടറിനുണ്ടാവും. ചില മോട്ടറിന് 4 പോളായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്പീഡ് 1500 RPM ആയിരിക്കും. കാരണം പോളിൻ്റെ എണ്ണം കൂടുന്തോറും മോട്ടറിൻ്റെ സ്പീഡ് കുറയും. അപ്പോൾ ചില മോട്ടർ 6 പോളുള്ള മോട്ടറുണ്ട്. അങ്ങനെയാണെങ്കിൽ 120 60/6 ആയിരിക്കും. അപ്പം 50 ഹെർട്സിലാണെങ്കിൽ ആ മോട്ടർ 3000 RPM ആയിരിക്കും 2 പോളുള്ളതിന്. ഇനി 60 ഹെർട്സ് ആണെങ്കിൽ 3600 RPM ആയിരിക്കും. ഇതാണ് ഒരു മോട്ടറിന് കിട്ടാവുന്ന പരമാവധി, ഒരു സിംഗിൾ ഫേസ് മോട്ടറിന് കിട്ടാവുന്ന പരമാവധി സ്പീഡ് എന്ന് പറയുന്നത് 3600 RPM മാത്രമാണ്. അത് 60 ഹെർട്സ് ആണെങ്കിൽ മാത്രം. നമ്മുടെ നാട്ടിലാണെങ്കിൽ അതിന് 3000 RPM ഒരിക്കലും ഒരു മോട്ടറിന് സ്പീഡ് കിട്ടില്ല. അപ്പോൾ നമുക്കിത് സ്പീഡ് കൂട്ടാനുള്ള ഏക ഒരു മാർഗ്ഗം എന്താണ്? ഒന്നെങ്കിൽ പോളിൻ്റെ എണ്ണം കുറയ്ക്കണം. പോളിൻ്റെ എണ്ണം 2-ൽ കുറയ്ക്കാൻ പറ്റില്ല. കാരണം 2 പോളെങ്കിലും ഉണ്ടെങ്കിലേ, 2 വൈൻഡിങ് ഉണ്ടെങ്കിലേ കാന്തിക മണ്ഡലം ഡെവലപ്പ് ചെയ്യൂ. ഒറ്റ പോളെ ഉള്ളെങ്കിലും ഉണ്ടാവില്ല. അപ്പം മിനിമം 2 പോൾ ഏതായാലും ഉണ്ടാവും. ഇനി ഫ്രീക്വൻസി കൂട്ടുക എന്ന ഒരൊറ്റ മാർഗ്ഗമേ മോട്ടറിൻ്റെ സ്പീഡ് കൂട്ടാനായിട്ട് നമ്മുടെ കയ്യിലുള്ളൂ. അതുകൊണ്ടാണ് വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ പോളുകളുടെ എണ്ണം മിനിമം 2 ഉണ്ടാവും. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് 120 F/P, അല്ലെങ്കിൽ പോൾ എന്ന് പറയുന്നത് 120 F/N ആയിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് മോട്ടറിൻ്റെ സ്പീഡ് കൂട്ടാനുള്ള ഏക മാർഗ്ഗം എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രീക്വൻസി കൂട്ടുക എന്നുള്ള. നമുക്കറിയാം നമ്മുടെ വീട്ടിൽ വരുന്ന സപ്ലൈ 50 ഹെർട്സ് ആണ്. ആ ഫ്രീക്വൻസി മാറ്റുക എന്നത് ഡ്രൈവ് ഇല്ലാതെ ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ ഡ്രൈവുകൾക്കുള്ളിലുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം ഈ വരുന്ന സപ്ലൈയെ DC ആക്കി ഡയോഡ് ഉപയോഗിച്ച്, റെക്ടിഫയർ ഉപയോഗിച്ച് മാറ്റും. ഇവിടെ ഡയോഡ് ആയിരിക്കണമെന്നില്ല, തൈറിസ്റ്ററോ ഒക്കെ ഉപയോഗിക്കാം. നമുക്ക് തൈറിസ്റ്റർ ഉപയോഗിച്ചും അല്ലെങ്കിൽ IGBT ഉപയോഗിച്ചോ ഇവിടെ റെക്ടിഫയർ ഉണ്ടാക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്. അതിന് കൺട്രോൾ ചെയ്തിട്ട് വേണമെങ്കിൽ DC ഉണ്ടാക്കാം. ആ DC വരുന്ന DCയെ ഒരു കപ്പാസിറ്റർ ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്യുന്നു. പിന്നെ 6 IGBTകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മോട്ടറിലേക്ക് കണക്ഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ഈ IGBT 1ഉം 6 ഓൺ ആകുന്ന സമയത്ത് കറണ്ട് ഇതിലേ വന്ന് ഈ ഒരു വൈൻഡിങ് കൂടെ കയറി ഇങ്ങനെ താഴോട്ട് പോകും. ഇനി 2ഉം 6ഉം ആണ് ഓൺ ആകണമെങ്കിൽ 2 കൂടെ വന്ന് ഇതിലേ വന്ന് 6 കൂടെ കറണ്ട് പോകും. ഇനി 3ഉം 4ഉം ആണ് ഓൺ ആകുന്നതെങ്കിൽ 3 കൂടെ കയറി ഇതിലേ വന്ന് കറണ്ട് ഈ വൈൻഡിങ് കൂടെ പുറത്ത് താഴോട്ട് പോകും. അപ്പോൾ ഈ ഓൺ ആക്കുന്ന ട്രാൻസിസ്റ്ററിൻ്റെ സ്പീഡ് അനുസരിച്ച് ഏത് ഫ്രീക്വൻസി വേണമെങ്കിലും നമുക്കുണ്ടാകും. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ സമയത്തിൻ്റെ വിപരീത അനുപാതത്തിലാണ്. അപ്പോൾ സ്പീഡ് നമ്മൾ ഓൺ ഓഫ് ചെയ്താൽ കൂടുതൽ ഫ്രീക്വൻസി ഉണ്ടാവും. അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾക്ക് ഒരു 3 ഫേസ് AC, ഇനി സിംഗിൾ ഫേസ് മോട്ടർ ആണെങ്കിലും 4 ട്രാൻസിസ്റ്റർ മതിയാവും. ഇവിടെ 6 IGBT ഉപയോഗിച്ച് 3 ഫേസ് മോട്ടർ ആണെങ്കിൽ, ഇനി സിംഗിൾ ഫേസ് മോട്ടർ ആണെങ്കിൽ 4 IGBT മതി. ഇവിടെ 6 വേണ്ട. അത് 3 ഫേസ് മോട്ടർ ആണെങ്കിലും സിംഗിൾ ഫേസ് മോട്ടർ ആണെങ്കിലും അതിൻ്റെ ഈ ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ IGBTയെ ഓൺ ഓഫ് ചെയ്യുന്ന സ്പീഡ് കൊണ്ട് നമുക്ക് ഏത് ഫ്രീക്വൻസി വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ് ഈ വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് കൊണ്ടുള്ള ഗുണം. അപ്പോൾ ഈ മോട്ടറിന്
ഫ്രീക്വൻസി കൂട്ടി കൊടുക്കുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ നടക്കുന്ന വേറൊരു പ്രതിഭാസമാണ് ഈ മോട്ടറിൻ്റെ ഉള്ളിലുള്ള വൈൻഡിങ്ങുകൾ എന്ന് പറഞ്ഞതെല്ലാം ഒരു ഇൻഡക്ടറാണ്. ഇൻഡക്ടറിൻ്റെ ഫ്രീക്വൻസി കൂടും തോറും അതിൻ്റെ റിയാക്റ്റൻസ് കൂടും. അതായത് ഫ്രീക്വൻസി ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഫോർമുല 2πfl ആണ്. 2 × 3.14 × ഫ്രീക്വൻസി × ഇൻഡക്റ്റൻസ്. അപ്പോൾ ഈ മോട്ടറിൻ്റെ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്ന ആ വൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കോറിൻ്റെ വലിപ്പവും അത് ചുറ്റിരിക്കുന്ന വയറുകളുടെ എണ്ണവും അനുസരിച്ച് അത് സ്ഥിരസംഖ്യയായിരിക്കും. അത് മാറുകയില്ല ഒരു മോട്ടറിനെ സംബന്ധിച്ച്. അതിനകത്ത് 3 വൈൻഡിങ് ഉണ്ടെങ്കിൽ 3 വൈൻഡിങ്ങിന് ഒരു ഇൻഡക്റ്റൻസ് ഉണ്ടാവും. 3 ഫേസ് മോട്ടർ ആണെങ്കിൽ ആ ഇൻഡക്റ്റൻസ് ഫിക്സ് ആയിരിക്കും. എന്നാൽ പിന്നെ ഇതിൻ്റെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കൂടാനുള്ള കാരണം എന്താണ്? ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഫ്രീക്വൻസി കൂടുതൽ കൊടുക്കും തോറും ഈ മോട്ടറിൻ്റെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കൂടുന്നത് കൊണ്ട് അതിലേക്ക് കറണ്ട് കാര്യമായിട്ട് ഒഴുകുകയില്ല. കാരണം 50 ഹെർട്സ് കൊടുക്കുമ്പോൾ അത് ആ മോട്ടർ എടുക്കുന്ന കറണ്ട് 100 ഹെർട്സ് ആക്കിയാൽ അതിൻ്റെ കറണ്ട് നേരെ പകുതിയാവും. കാരണം ഫ്രീക്വൻസി കൂടുന്തോറും ആ വൈൻഡിങ്ങിൻ്റെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കൂടുന്നത് കൊണ്ട് കറണ്ട് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സാധാരണ ഇത് ചെയ്യുന്നത് ഈ ഡ്രൈവുകൾക്കുള്ളിലെല്ലാം ഒരു V/F കർവ് ഉണ്ടാവും. എന്ന് വെച്ചാൽ മോട്ടറിന് സ്പീഡ് കുറച്ച്, ഉദാഹരണത്തിന് 3000 RPM കറങ്ങുന്ന ഒരു 2 പോളുള്ള മോട്ടറാണെന്ന് സങ്കല്പിക്കുക. ആ മോട്ടറിന് ആ 3000 RPM മോട്ടറിനെ 10 RPM അല്ലെങ്കിൽ 50 RPM പതുക്കെ കറക്കണമെങ്കിൽ അതിന് കൊടുക്കുന്ന ഫ്രീക്വൻസി 50 ഹെർട്സ് ആയിരിക്കില്ല. ചിലപ്പം 2 ഹെർട്സോ 3 ഹെർട്സോ ആയിരിക്കും. ഫ്രീക്വൻസി വളരെ കുറവായിരിക്കും കൊടുക്കുക. അപ്പോൾ 2 ഹെർട്സോ 3 ഹെർട്സോ കൊടുക്കുമ്പോഴുള്ള കുഴപ്പം എന്താണ്? ആ വൈൻഡിങ്ങിൻ്റെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് വളരെ കുറവായിരിക്കും. അപ്പം ഈ 2 ഹെർട്സിൽ നമുക്ക് 400 വോൾട്ടിൻ്റെ മോട്ടറിന് 400 വോൾട്ട് കൊടുക്കാൻ പറ്റില്ല. 400 വോൾട്ട് കൊടുത്താൽ വൈൻഡിങ് കത്തിപ്പോവും. കാരണം അതിന് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് വളരെ കുറവാണ്, ഫ്രീക്വൻസി വളരെ കുറവാണ്. അപ്പോൾ ഫ്രീക്വൻസി കുറവാകുമ്പോൾ അതിന് കണക്കായി വോൾട്ടേജും കുറച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് 10 ഹെർട്സ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ സപ്ലൈ 400ൻ്റെ സ്ഥാനത്ത് നമ്മൾ കൊടുക്കുക 120 വോൾട്ടാണ് കൊടുക്കുക. ഇനി ഫ്രീക്വൻസി 20 ആകുമ്പോഴേക്കും വോൾട്ടേജ് എന്ത് ചെയ്യും? നമ്മൾ 150 ആക്കും. ഫ്രീക്വൻസി 30 ആക്കുമ്പോൾ വോൾട്ടേജ് 250 ആക്കും. 40 ഹെർട്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ വോൾട്ടേജ് 320 ആക്കും. അങ്ങനെ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് ഫ്രീക്വൻസി കൂടുന്നതും ഫ്രീക്വൻസിയും വോൾട്ടേജും ഒരേ ആനുപാതികമായി കൂട്ടിക്കൂട്ടി കൊണ്ടുപോയിട്ടാണ് മോട്ടറിന് നമ്മൾ കൊടുക്കുക. അപ്പോൾ അതിന് കണക്കായിട്ട് ഉള്ള കൺട്രോൾ ആയിരിക്കും ഫ്രീക്വൻസി ഡ്രൈവിൽ നടക്കുക. അല്ലാതെ ഫ്രീക്വൻസി മാത്രം നമുക്ക് മാറ്റിയാൽ പോരാ, വോൾട്ടേജും അതനുസരിച്ച് മാറ്റണം, ഇല്ലെങ്കിൽ വൈൻഡിങ് കത്തിപ്പോവും. ഫ്രീക്വൻസി ഇപ്പോൾ 2 ഹെർട്സിൽ 400 വോൾട്ട് കൊടുത്താൽ ആ വയറിന് ഫ്രീക്വൻസി വളരെ കുറവായതുകൊണ്ട് അതിൻ്റെ ഇൻഡക്ടറിന് റിയാക്റ്റൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ മോട്ടർ 10 ആമ്പിയറിൻ്റെ ആണെങ്കിൽ കറണ്ട് എടുക്കുക 10 ആയിരിക്കില്ല, 10 30 ആമ്പിയർ ആയിരിക്കും, വയർ കത്തുകയും ചെയ്യും. അപ്പോൾ ഫ്രീക്വൻസി കൂടും തോറും വോൾട്ടേജ് അതിന് ആനുപാതികമായി കൂട്ടണം. അപ്പോൾ 50 ഹെർട്സിൽ എത്തിക്കഴിയുമ്പോൾ ആ മോട്ടറിന് എടുക്കുക 400 വോൾട്ട്. അതായത് മോട്ടറിൻ്റെ നെയിം പ്ലേറ്റിൽ എഴുതിയിരിക്കുന്ന വോൾട്ടേജ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. അതാണ് അതിൻ്റെ പരമാവധി കൊടുക്കാവുന്ന വോൾട്ടേജ്. കാരണം മോട്ടറിൻ്റെ നെയിം പ്ലേറ്റിൽ എത്രയാണോ എഴുതിയിരിക്കുന്നത് അതിൽ കൂടുതൽ വോൾട്ടേജ് നമ്മൾ കൊടുക്കാൻ പാടില്ല. അത് അതിൻ്റെ മാക്സിമം ഫ്രീക്വൻസി എത്രയാണോ ആ മോട്ടറിൽ എഴുതിയിരിക്കുന്നത്. അത് ചില മോട്ടറുകൾ ഈ വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവിൽ കണക്ട് ചെയ്യുന്ന മോട്ടറുകൾ 100 ഹെർട്സിലും വർക്ക് ചെയ്യാനായിട്ടൊക്കെയാണ് വൈൻഡിങ് ചെയ്യുക. ചില മോട്ടർ 400 ഹെർട്സിൽ വർക്ക് ചെയ്യാവുന്ന വിധത്തിലും വൈൻഡിങ് ചെയ്യാറുണ്ട്. കാരണം ഫ്രീക്വൻസി ഡ്രൈവിൽ തന്നെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ആ മോട്ടർ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ സാധാരണ 50 ഹെർട്സിൽ കൊടുക്കാനല്ല ആ മോട്ടർ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ള മോട്ടറുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ മോട്ടറിൻ്റെ നെയിം പ്ലേറ്റ് എഴുതിയിരിക്കുന്ന ഫ്രീക്വൻസിയും അതിൽ എഴുതിയിരിക്കുന്ന വോൾട്ടേജുമാണ് പരമാവധി നമുക്ക് അതിന് കൊടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇങ്ങനെ ഫ്രീക്വൻസിയും വോൾട്ടേജ് മാറ്റുമ്പോൾ സംഭവിക്കുന്ന വേറൊരു കാര്യമാണ് കോൺസ്റ്റൻറ്റ് ടോർക്ക് റീജിയൻ, കോൺസ്റ്റൻറ്റ് പവർ റീജിയൻ. അതായത് മോട്ടറിൻ്റെ ഫ്രീക്വൻസി സ്പീഡ് ഏറ്റവും കുറവായിരിക്കും. 2 ഹെർട്സോ 3 ഹെർട്സോ കൊടുക്കുന്ന സമയത്ത് ആ ഇൻഡക്ടറിൻ്റെ വൈൻഡിങ്ങിന് റെസിസ്റ്റൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇൻഡക്റ്റൻസ് ഉണ്ടാവില്ല. കാരണം അതൊരു വയർ പോലെ ആയിരിക്കും ആക്ട് ചെയ്യുക. വെളി ലോ ഫ്രീക്വൻസിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ DC കൊടുക്കുന്ന പോലെയാണ്. അപ്പോൾ ആ വയറിൻ്റെ റെസിസ്റ്റൻസിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ഒരു മിനിമം വോൾട്ടേജ്, ആ റെസിസ്റ്റൻസ് വയറിനൊരു പ്രത്യേക ഓംസ് 2, 3, 4 ഓംസ് ഉണ്ടെങ്കിൽ ആ ഓംസിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ ഒരു മിനിമം വോൾട്ടേജ് നമ്മൾ കൊടുത്താൽ മതി. അതായത് 0 ഹെർട്സിൽ 0 വോൾട്ട് അല്ല കൊടുക്കുക. കാരണം വയറിന് റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് കുറച്ച് വോൾട്ടേജ് കൂട്ടി കൊടുക്കണം. അതിനുശേഷം ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് മോട്ടറിൻ്റെ റെസിസ്റ്റൻസ്, വയറിൻ്റെ റെസിസ്റ്റൻസ് പ്ലസ് ഇൻഡക്റ്റൻസ് ആക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതനുസരിച്ച് കണക്കായി വോൾട്ടേജ് കൂട്ടിക്കൂട്ടി വരും. അപ്പോൾ ഈ ഏരിയയ്ക്ക്, അതായത് മോട്ടറിൻ്റെ റേറ്റഡ് വോൾട്ടേജ് എത്തുന്ന വരെയുള്ള ഏരിയയിൽ നമ്മൾ ഫ്രീക്വൻസി കൂട്ടുന്നു, അതോടൊപ്പം വോൾട്ടേജും കൂട്ടുന്നു. അപ്പോൾ അതനുസരിച്ച് കറണ്ട് സ്ഥിരമായിരിക്കും, മോട്ടറിൻ്റെ കറണ്ട് തുല്യമായിരിക്കും. ഇങ്ങനെ കറണ്ട് സ്ഥിരമായി നിലനിർത്തി വോൾട്ടേജ് കൂട്ടിക്കൊണ്ട് പോകുന്ന ആ റീജിയൻ്റെ പേരാണ് കോൺസ്റ്റൻറ്റ് ടോർക്ക് റീജിയൻ. മോട്ടറിൻ്റെ ആ കറങ്ങാനുള്ള പ്രവണത കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതാണ് കോൺസ്റ്റൻറ്റ് ടോർക്ക് റീജിയൻ.
അതിനുശേഷം മോട്ടറിൻ്റെ റേറ്റഡ് ഫ്രീക്വൻസി 50 ഹെർട്സിൻ്റെ മോട്ടർ ആണെങ്കിൽ റേറ്റഡ് ഫ്രീക്വൻസി 400 വോൾട്ട്, ഇത് 400 വോൾട്ടിലേക്ക് എത്തിയെന്ന് വിചാരിക്കുക. പിന്നീട് നമ്മൾ 50 ഹെർട്സിന് ശേഷം ഈ മോട്ടറിൻ്റെ ഫ്രീക്വൻസി 50 നിന്ന് 100 ഹെർട്സിലേക്ക് നമ്മൾ കൂട്ടുമ്പോൾ മോട്ടറിൻ്റെ RPM 3000 RPMത്തിൽ നിന്ന് നേരെ 6000ത്തിലേക്ക് കൂടും. ഈ സമയത്ത് നമുക്ക് ഫ്രീക്വൻസി മാത്രമേ കൂട്ടാൻ പറ്റൂ, വോൾട്ടേജ് കൂട്ടാൻ പറ്റില്ല. കാരണം മോട്ടറിൻ്റെ റേറ്റഡ് വോൾട്ടേജ് 400 ആണ്, അതിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല. ഈ സമയത്ത് മോട്ടറിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് കുറഞ്ഞു വരും. ഈ ഏരിയയിൽ നമ്മുടെ ആ മോട്ടറിൽ ഉണ്ടായിരുന്ന കാന്തിക മണ്ഡലം തുല്യമായിരുന്നു. കാരണം വോൾട്ടേജ് കൂടുന്നു, ഫ്രീക്വൻസിയും കൂടുന്നു. അപ്പോൾ എന്ത് ചെയ്യും, അതിൽ കൂടെ പ്രവഹിച്ചുകൊണ്ടിരുന്ന കറണ്ട് സെയിം ആയിരുന്നു. അതുകൊണ്ട് അത് കറണ്ട് സെയിം ആയതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കുന്ന ടോർക്കും സെയിം ആയിരുന്നു. എന്നാൽ വോൾട്ടേജ് ഫുൾ എത്തിക്കഴിഞ്ഞു, അതിൻ്റെ മാക്സിമം ഫ്രീക്വൻസി എത്തിക്കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ ഫ്രീക്വൻസി കൂട്ടിയാൽ മോട്ടറിൻ്റെ സ്പീഡ് കൂടും. പക്ഷേ അതോടൊപ്പം അതിൻ്റെ കാന്തിക മണ്ഡലം കുറഞ്ഞു വരും. കാരണം 400 വോൾട്ടിൽ കൂടുതൽ നമ്മൾ കൊടുക്കാൻ പറ്റുന്നില്ല, ഫ്രീക്വൻസി കൂട്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കൂടി വരും. അപ്പോൾ അത് എടുക്കുന്ന കറണ്ട് കുറയും. കാരണം 400ൽ കൂടുതൽ നമുക്ക് വോൾട്ടേജ് കൂട്ടാൻ പറ്റുന്നില്ല. വോൾട്ടേജ് സെയിം നിലനിർത്തിയിരിക്കൊണ്ട് ഫ്രീക്വൻസി കൂട്ടിക്കഴിഞ്ഞാൽ മോട്ടറിൻ്റെ കറണ്ട് കുറയും. അപ്പോൾ എന്ത് ചെയ്യും, അതിനാണ് ഫ്ലക്സ് വീക്കനിങ് ഏരിയ എന്ന് പറയുന്നത്. അതിൻ്റെ കാന്തിക മണ്ഡലം കുറഞ്ഞു വരുന്ന ഏരിയയാണ്. ഈ ഏരിയയിൽ മോട്ടർ എടുക്കുന്ന പവർ തുല്യമായിരിക്കും, പക്ഷേ മോട്ടറിൻ്റെ ടോർക്ക് കുറഞ്ഞു വരും. കാരണം സ്പീഡ് കൂടും, പക്ഷേ മോട്ടറിൻ്റെ ടോർക്ക് കുറയും. കാരണം അതിന് സ്പീഡ് കൂടുന്നതിന് കാരണം ഫ്രീക്വൻസി കൂടിയത് കൊണ്ടാണ്. പക്ഷെ അതിന് കണക്കായ വോൾട്ടേജ് നമുക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റുന്നുമില്ല. കാരണം സെയിം കറണ്ട് നിലനിർത്താൻ. കാരണം മോട്ടറിൻ്റെ റേറ്റഡ് വോൾട്ടേജ് ഓൾറെഡി എത്തിക്കഴിഞ്ഞു. അങ്ങനെ ഈ 2 റീജിയനുകളാണ് വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവുകളിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ശരിക്ക് നല്ല പവറോട് കൂടി നമുക്ക് മോട്ടോർ ഉപയോഗിക്കാൻ സാധിക്കുക ഈ 0 ഹെർട്സ് തൊട്ട് 50, അതിൻ്റെ മാക്സിമം നെയിം പ്ലേറ്റിൽ എഴുതിയിരിക്കുന്ന ഫ്രീക്വൻസി വരെയായിരിക്കും. അതിന് ശേഷവും മോട്ടറിൻ്റെ സ്പീഡ് കൂട്ടാം, പക്ഷേ അതിനനുസരിച്ച് കണക്കായ ടോർക്ക് കൂടി കിട്ടുകയില്ല. അത് പ്രത്യേകിച്ച് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇതാണ് അതിൻ്റെ ഫ്രീക്വൻസി മിനിമം എന്ന് പറയുന്നത്. അതായത് മോട്ടർ കറങ്ങാൻ നേരത്ത് നമുക്ക് 0 ഹെർട്സ് കൊടുക്കാൻ പറ്റില്ല, ഒരു മിനിമം ഒരു ഫ്രീക്വൻസി കൊടുക്കണം. അല്ലെങ്കിൽ മോട്ടറിൻ്റെ വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് ഒക്കെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് ഇതാണ് മിനിമം ഫ്രീക്വൻസി. അതിനുശേഷം ഇവിടെ നിന്ന് അതിൻ്റെ റേറ്റഡ് വോൾട്ടേജ് ഫ്രീക്വൻസി വരെ 50 ഹെർട്സ് വരെ, 50 ആണെങ്കിലും 100 ആണെങ്കിലും അതുവരെ അത് കോൺസ്റ്റന്റ് ലീനിയർ റീജിയൻ ആണ്. അതിനുശേഷം പിന്നെ ഫ്രീക്വൻസി കൂട്ടുമ്പോൾ അത് ഫീൽഡ് വീക്കനിങ് റീജിയൻ, അതായത് മാഗ്നറ്റിക് ഫീൽഡ് കുറഞ്ഞു വരും. കാരണം ഫ്രീക്വൻസി കൂടുമ്പോൾ കറണ്ട് കുറയും. ആ കറണ്ട് കുറയാതിരിക്കാൻ വേണ്ടി വോൾട്ടേജ് നമുക്ക് കൂട്ടാൻ പറ്റുകയുമില്ല. അതാണ് ഫീൽഡ് വീക്കനിങ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മോട്ടറിൻ്റെ പവർ കോൺസ്റ്റന്റ് പവർ കൂടി പോകുന്നു, ടോർക്ക് സെയിം നിലനിൽക്കുന്നു. ഇവിടെ വരുമ്പോൾ പവർ സെയിം നിൽക്കുന്നു, ടോർക്ക് കുറഞ്ഞു വരുന്നു. ഇതാണ് മോട്ടറിൻ്റെ സ്പീഡ് ഫ്രീക്വൻസി മാറ്റുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് മോട്ടറിനെ ഏത് ദിശയിൽ നമുക്ക് കറക്കാൻ പറ്റുമോ, അതിൽ സ്വിച്ച് ചെയ്യുന്ന ട്രാൻസിസ്റ്ററിൻ്റെ സ്പീഡ് അനുസരിച്ച് ഏത് ദിശയിലാണോ നമ്മൾ കൊടുക്കുന്ന ആ ഫ്രീക്വൻസി കൊടുക്കുന്ന അനുസരിച്ച് മോട്ടറിനെ ഫോർവേഡും റിവേഴ്സും കറക്കാൻ പറ്റും. പിന്നെ ഈ വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവുകൾ ഒരു സ്റ്റാർട്ടറിന് പകരം ഉപയോഗിക്കാം. കാരണം ഇതിനുള്ളിൽ തന്നെ നമ്മൾ ഓവർ കറന്റ്, എർത്ത് ഫാൾട്ട് എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആ മോട്ടറിൻ്റെ നെയിം പ്ലേറ്റിലുള്ളത് കൂടുതൽ കറന്റ് എടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഡ്രൈവ് ഔട്ട്പുട്ട് ട്രിപ്പ് ആക്കും. അപ്പോൾ നമുക്ക് വേറെ ഒരു സ്റ്റാർട്ടർ സ്പെസിഫിക് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് തന്നെ മോട്ടറിൻ്റെ നമ്പർ പ്ലേറ്റിലുള്ള വോൾട്ടേജ്, കറന്റ് എല്ലാം നമ്മൾ മാനുവലി കീബോർഡ് വഴി എൻ്റർ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഇതിനെ നമുക്ക് ഒരു സ്റ്റാർട്ടർ പോലെ സോഫ്റ്റ് സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പം മോട്ടോർ സ്റ്റാർട്ടിങ്ങിൽ ഒരു വട്ടം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ സ്പീഡ് എത്താൻ എത്ര ടൈം വേണം നമുക്ക് ഇത്ര സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 0 to 50 ഹെർട്സിലേക്ക് പോകാൻ എത്ര സെക്കൻഡ് കൊണ്ട് അതിൻ്റെ ഫുൾ സ്പീഡിൽ എത്തണമെന്നൊക്കെ നമുക്ക് ഇതിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതിന് ഏത് ദിശയിലും കറക്കാം, എത്ര സ്പീഡിലും കറക്കാം. 3000 RPM വേണ്ടി ഉണ്ടാക്കിയൊരു മോട്ടോർ വേണേൽ 6000 RPM നമുക്ക് കറക്കാം, ഇരട്ടി ഫ്രീക്വൻസി കൊടുത്താൽ മതി. അതനുസരിച്ച് ടോർക്ക് കുറയുമെന്നൊരു കുഴപ്പമുണ്ട്, എങ്കിൽ പോലും അങ്ങനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതാണ് അതിൻ്റെ ഗുണം. പിന്നെ രണ്ടാമത്തെ VFD കൊണ്ടുള്ളൊരു ഗുണം, ഒന്നിലധികം മോട്ടറുകൾ ഒരു ലൈനിലുണ്ടെങ്കിൽ ഈ ഡ്രൈവുകളിലെല്ലാം നമുക്ക് പാരലായിട്ട് ഒരു PLC ഉപയോഗിച്ച് അതിന് പൾസ് കൊടുത്താൽ അതിൻ്റെ ഫ്രീക്വൻസി ഇൻപുട്ട്, എത്ര സ്പീഡിൽ ഇത് കറങ്ങണം എന്നുള്ള ഫ്രീക്വൻസി അല്ലെങ്കിൽ അതിൻ്റെ വോൾട്ടേജ് ഇൻപുട്ട് കൊടുത്ത് നമുക്ക് ഇതിനെ ഒരേ സ്പീഡിൽ 2 മോട്ടറിനെ കറക്കാനും പറ്റും. കാരണം ഒരു കൺവെയർ ബെൽറ്റിലുള്ള 2 മോട്ടറാണെങ്കിൽ ആ 2 കൺവെയർ ഒരേ സ്പീഡിൽ കറങ്ങിയെങ്കിൽ മാത്രമാണ് അതിലെ മെറ്റീരിയൽ മൂവ് ചെയ്യാൻ പറ്റൂ. അപ്പം ഒരു ഡ്രൈവിൻ്റെ സ്പീഡിൽ നിന്ന് എടുത്തിട്ട് മറ്റേ ഡ്രൈവിലേക്ക് കൊടുത്താൽ
അതായത് ഈ മോട്ടോർ സ്പീഡ് കൂടുന്നതനുസരിച്ച് ഇതിൽ നിന്ന് നമുക്ക് 0 to 10 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ചില ഡ്രൈവുകൾക്ക് 0 to 10 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടും. അതായത് മോട്ടോർ ഹാഫ് സ്പീഡിൽ കറങ്ങുമ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന 5 വോൾട്ട് ആയിരിക്കും. ഈ 5 വോൾട്ട് അടുത്ത ഡ്രൈവിലേക്ക് കൊടുത്താൽ ആ ഡ്രൈവ് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഹാഫ് സ്പീഡിൽ കറങ്ങും. അപ്പം 10 മോട്ടോറുകൾ ഉണ്ടെങ്കിലും എല്ലാ മോട്ടോറും ഒരേ സമയം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരേ സ്പീഡിൽ ഫുള്ളിൽ എത്തിക്കാനായിട്ട് നമുക്ക് ഒന്നിലധികം ഡ്രൈവുകളെ എല്ലാത്തിനും സിഗ്നൽ കൊടുത്തു, പ്രത്യേകിച്ച് PLC ഉപയോഗിച്ചോ വേറെ എവിടെന്നെങ്കിലും എക്സ്റ്റേണൽ സിഗ്നൽ കൊടുത്തോ എല്ലാ മോട്ടോറും ഒരേ സ്പീഡിൽ ഓണും ഓഫും ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് ഒന്നിലധികം ഡ്രൈവുകൾ വെച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 8-10 മോട്ടോറുകൾ ഉണ്ടെങ്കിൽ എല്ലാ മോട്ടോറുകൾക്കുമുള്ള ആ മോട്ടറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചുള്ള ആ സൈസുള്ള ഡ്രൈവുകൾ ഉപയോഗിക്കണം. 5 HP മോട്ടർ ആണെങ്കിൽ 5 HP കറണ്ട് കപ്പാസിറ്റി ഉള്ള വലിയ IGBTയും റെക്ടിഫയറും ഉള്ള ഡ്രൈവ് ആയിരിക്കും, അതിന് വെയിറ്റ് കൂടുതലായിരിക്കും. പക്ഷേ ചെറിയ മോട്ടറും വലിയ മോട്ടറും എല്ലാം ഉണ്ടെങ്കിലും എല്ലാ മോട്ടറുകളും ഒരേ സമയം സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരേ സ്പീഡിൽ ഒരേ സമയം ഓണും ഓഫും ചെയ്യാനായിട്ട് വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് പ്രത്യേകത. ഉദാഹരണത്തിന് PLC ഉപയോഗിച്ചുകൊണ്ട് പ്രോഫിബസ് അല്ലെ CAN പോലത്തെ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ഡ്രൈവുകളെ ഒരേ സമയം നമുക്ക് ഓണും ഓഫും കൺട്രോളും ചെയ്യാനായിട്ട് സാധിക്കും. അത് പക്ഷേ പല സൈസുള്ള മോട്ടറുകളായിരിക്കാം, പല വലിപ്പമുള്ള ഡ്രൈവ് VFDകളായിരിക്കാം. പക്ഷേ അതിനെ കൺട്രോൾ ചെയ്യുന്ന സിഗ്നൽ PLCയിൽ നിന്ന് പ്രോഫിബസോ RS-232 RS-485 ഉപയോഗിച്ചു അതിനെത്തിച്ചിട്ട് ഒരേ സമയം ഓണോ ഓഫോ ഒക്കെ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രത്യേകിച്ച് ചില ഏരിയകളിൽ മോട്ടറുകളെല്ലാം ഒരേ സമയം ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്തില്ലെങ്കിൽ അപകടം ഉണ്ടാകാനൊക്കെ സാധ്യതയുള്ള ഏരിയകളുണ്ട്. അപ്പോൾ നമുക്ക് പല സ്റ്റാർട്ടറുകൾ വെച്ചിട്ട് ഒന്ന് ഓൺ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഒരാൾ തന്നെ അപ്പുറത്ത് പോയി മറ്റേ മോട്ടർ ഓൺ ചെയ്യുമ്പോഴേക്ക് ഈ മോട്ടർ ഫുൾ സ്പീഡിൽ എത്തിയിട്ടുണ്ടാവും, അത് അപകടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എല്ലാ മോട്ടറും ഒരേ സമയം ഓൺ ഓഫ് ചെയ്യുവാനൊക്കെ ഈ ഡ്രൈവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് സഹായമായിരിക്കും. ഒരുപക്ഷെ അങ്ങനെയുള്ള ഏരിയകളിൽ എല്ലാ മോട്ടറും ഈ എന്ത് ചെയ്യും, നമ്മൾ പല VFDകളിൽ കണക്ട് ചെയ്ത് ഒരേ സമയം ആ DFDയുടെ ഓൺ ഓഫ് കമാൻഡ് നമ്മൾ പുറത്തുനിന്ന് ഒരേ സമയം കൊടുക്കും. അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു പാനലിനുള്ളിൽ തന്നെ പല സൈസുള്ള VFDകൾ കാണും മോട്ടറിൻ്റെ വലിപ്പം അനുസരിച്ച്. ഇത് ഉദാഹരണത്തിന് ഒരു വലിയ മോട്ടറിന് ഉള്ള VFD ആണ്, ഇതൊരു ചെറിയ മോട്ടറിനാണ്. പക്ഷേ ഇത് രണ്ടിനെ ഓൺ ആക്കാനുള്ള കൺട്രോൾ സിഗ്നൽ ഒന്നിച്ച് PLCന്ന് വരുന്നതായിരിക്കും. ഇതിനകത്ത് ഇൻപുട്ട് AC സപ്ലൈ ഉണ്ടാവും, ഔട്ട്പുട്ട് AC ഉണ്ടാവും, പിന്നെ കുറച്ച് കൺട്രോൾ വയർ ഉണ്ടാവും പുറത്തുനിന്ന് സിഗ്നൽ കൊടുക്കാൻ, മോട്ടറിനെ സ്റ്റാർട്ട് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക, മോട്ടറിൻ്റെ സ്പീഡ്. അത് മാത്രമല്ല, ഈ ഡ്രൈവ് കേടാണെങ്കിൽ, അത് ഡ്രൈവ് ട്രിപ്പ് ആവുകയാണ്, ഓവർലോഡ് ആണെങ്കിൽ ഇതിൻ്റെ ഒരു അലാം കോൺടാക്റ്റ് ഉണ്ടാവും. ആ അലാം കോൺടാക്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഒരു LED-യോ ഒരു അലാറമൊക്കെ അടുപ്പിക്കാനായിട്ട് ഇതിന് ഔട്ട്പുട്ട് കോൺടാക്റ്റ് ഒക്കെ നമുക്ക് ലഭിക്കും. ഇതൊക്കെയാണ് VFD കൊണ്ടുള്ള ഗുണം. അതോടൊപ്പം തന്നെ PLC ഉപയോഗിച്ച് ഒന്നിലധികം മോട്ടോറുകളും ഡ്രൈവുകളും ഒരേ സമയം ഓണും ഓഫും ഒക്കെ കമ്മ്യൂണിക്കേഷൻ വഴി നടത്തുവാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കും. അത് ഏത് ദിശയിലും ഏത് സ്പീഡിലും നമുക്ക് ഓടിക്കാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അല്ലാതെ നമ്മുടെ വീട്ടിൽ നിന്ന് വരുന്ന 50 Hz കൊടുത്താൽ ആ മോട്ടർ ഓൺ ഓഫ് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ VFD അതിൻ്റെ പരിപൂർണ ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുവാനായിട്ട്. അതിനുവേണ്ടി നമ്മൾ ആദ്യം AC-യെ DC ആക്കി, പിന്നെ DC-നെ വീണ്ടും AC ആക്കി ആണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവിനെ കുറിച്ചൊരു ഓവർവ്യൂ നിങ്ങൾക്ക് ലഭിച്ചെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം ഒരു പുതിയ വീഡിയോയുമായി.